കൊച്ചായിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വെളിയിൽ പോയത്. ഇവിടെ വർഷങ്ങളായിട്ടൊരു ജോലി നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് പോയതാണ്. അതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ പറ്റിയത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് പോയത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കാനും ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ എൻ്റെ ഗ്രാൻഡ് മാതറും ഉണ്ട്. പക്ഷെ അവർ ഒന്നും അതിനകത്ത് അത്ര വലിയ റിസ്ക് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു അതിനകത്ത്. എൻ്റെ ഹസ്ബൻഡ് ഇല്ല, അവിടെയാണ്. പക്ഷെങ്കിൽ എപ്പോഴും ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എപ്പോൾ ഫോൺ വിളിച്ചാലും കുഞ്ഞുങ്ങളുമായിട്ട് 3 പേരെയും കുറിച്ച് ഞാൻ സംസാരിപ്പിക്കും. അതുപോലെ പപ്പായുടെ വിശേഷങ്ങൾ തിരക്കാൻ അവരോട് പറയും. അസുഖമാണെങ്കിൽ അപ്പോഴേ കുഞ്ഞുങ്ങളെ കൊണ്ട് വിളിപ്പിക്കും. പപ്പായ്ക്ക് എങ്ങനെ ഉണ്ടെന്നറിയാം, അവനെ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം പറയാനില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ വളർന്നു, അവർ പഠിച്ചു, ദൈവം അവരെ അത്രത്തെ സഹായിച്ചു. പക്ഷേ അതിനകത്ത് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു. പക്ഷേ ഹസ്ബൻഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്കൊരു മറ്റൊരു നെഗറ്റീവായിട്ടുള്ളൊരു അനുഭവം വരാനായിട്ട് ഇടയായിട്ടില്ല. പക്ഷേ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാനത് ചെയ്തു. അതിന് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് വളരെ ഭാരപ്പെട്ടു. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഒറ്റയ്ക്ക് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ഭവനത്തിൻ്റെ കാര്യങ്ങളെല്ലാം. പക്ഷേങ്കിൽ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ആ ഒരു ഭയത്തിൽ വളർത്താനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഈ വെളിയിലായി പോയത് കൊണ്ട് അത് പറഞ്ഞാൽ എനിക്കൊരു പ്രയാസമുണ്ട്. കാരണം ഒന്നിച്ച് ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണല്ലോ. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടല്ലേ നമ്മൾ വെളിയിൽ പോയത്. ആ ഒരു കാര്യമൊന്ന് പറയാം. ഇങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ആൻറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈ പണ്ട് മിഷണറീസായിട്ടൊക്കെ നമ്മുടെ ഇവിടെ വന്നവരെ അന്നൊന്നും കുടുംബത്തെ ഒന്നും അവർക്ക് കൊണ്ടുവരാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻസ് ഉള്ളവർ ഉണ്ടായിരുന്നു. അവരൊരു പക്ഷേ തന്നെയായിരിക്കും ആദ്യമേ മിഷണറി വർക്ക് ചെയ്യാനൊക്കെ വന്നത്. അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ഡെത്തായി പോയവർ കാണും. അങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷൻസ് അങ്ങനെ വരും. ദൈവം ആ കൃപ അല്ലേ ആ സാഹചര്യത്തിനൊത്തവണ്ണം നമുക്ക് തരും. അപ്പം സിസ്റ്റർ വീണ്ടും വീണ്ടും അവിടെ പറയുന്നുണ്ടല്ലോ, ഒത്തിരി എഫേർട്ട് ഇട്ടു. അപ്പം ഇത് ഒരു എക്സെപ്ഷനായിട്ട് ഈ കാര്യങ്ങൾ ശരിയാണെങ്കിലും ഇതിനെ നമുക്കൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതാ പറഞ്ഞു വന്നത്. ഇപ്പം നമ്മുടെ ഒരു നാട്ടിലെ ചില ട്രെൻഡുകളാണ് ഇതൊക്കെ, മനസ്സിലായോ? ഒരു ട്രെൻഡ് പോലെ ആൾക്കാരങ്ങ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ കാര്യത്തിൽ 3 പെൺപിള്ളേരായതുകൊണ്ട് പിന്നെയും രക്ഷപ്പെട്ടു. ഈ ആൺപിള്ളേരെ പിന്നെ പെൺപിള്ളേർക്കും പ്രോബ്ലം ഉണ്ട്, അവർക്ക് ആ ഒരു ഫാദറിൻ്റെ, എന്നാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സിസ്റ്റർ ഒരുപാട് എഫേർട്ട് ഇട്ടല്ലോ. എല്ലാ അമ്മമാരും അങ്ങനെ ആകണമെന്നില്ല. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന അമ്മമാരാകുമ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടണമെന്നില്ല. എല്ലാ അപ്പന്മാരും അങ്ങനെ ആകണമെന്നില്ല. എന്തോരം കാര്യങ്ങൾ ശരിയായി വന്നാലായി ഈ പറയുന്നത് പോലെ. അതും പ്രത്യേകിച്ച് 2 പേർക്കും, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ മാതാവിനെയും പിതാവിനെയും വേണമെങ്കിലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കപ്പൻ, പെൺകുട്ടികൾക്കമ്മ എന്നൊരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളർന്നു വരുന്ന പ്രായത്തിലേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ഫാദർ ഫിഗർ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു നല്ല സാക്ഷ്യമായിട്ട് കേൾക്കാൻ പറ്റി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ അത് വളരെ എക്സെപ്ഷനാണ്. നമ്മളൊരു 100 കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇതുപോലത്തെ സാക്ഷ്യം കേൾക്കാൻ കിട്ടുകയില്ല. അതേസമയം ഞങ്ങൾ ദൈവവചനം പ്രകാരം എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ദൈവവചനത്തിലേക്ക് കയറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുവല്ല, വചനം പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അപ്പനും അമ്മയും ഒരുമിച്ച് നിന്ന് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവർ ഈ പറയുന്നത് പോലെ 2 പേരും എഫേർട്ട് ഇട്ട് മക്കളെ വളർത്തിയാൽ അതിനകത്ത് 100-നകത്ത് 95 കേസും സക്സസ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിനകത്തൊരു പ്രപ്പോർഷനാണ് അത്. 5 എണ്ണം എന്നാലും തെറ്റും, 5 പോട്ട് 10 എണ്ണം ആണെങ്കിലും തെറ്റും. പക്ഷേ ആ 100-നകത്ത് ബാക്കി 90ഉം സക്സസ് ആയിരിക്കും. സിസ്റ്റർ പറയുന്ന ഈ സിസ്റ്റത്തിനകത്ത് ഇത് ദൈവം സഹായിച്ച്, നിങ്ങൾ പപ്പായും അതുപോലെ മനസ്സുണ്ട്, മമ്മി അതുപോലെ പ്രയാസപ്പെട്ടു, അതുപോലെ ദൈവത്തെ വിളിച്ചു, അതുപോലെ 3 പെൺപിള്ളേരായിരുന്നു, എല്ലാം ഏകദേശമൊക്കെ ഒത്തു കിട്ടിയത് കൊണ്ട് അത് നടന്നു.
പക്ഷേ ഇതുപോലുള്ള ഒരു 100 കേസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ഒരെണ്ണം പോലായിരിക്കും ഈ സാക്ഷ്യം കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ട്, ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ, ഇപ്പോൾ ഒരാൾ പോയി വിസ ശരിയാവാൻ 1 വർഷം 2 വർഷം താമസം, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നേക്കാം. പക്ഷെ പറ്റുന്നിടത്തോളം ദൈവത്തിൻ്റെ ഒരു ഡിസൈൻ അങ്ങനല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കണം. അത് ദൈവത്തിനൊരു നിർബന്ധമാണ്. അത് അതിൻ്റേതായ ഗുണങ്ങൾ നമ്മുടെ മക്കൾക്കും കുടുംബജീവിതത്തിനും ഉണ്ടാകും. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതല്ല, ഒരു 17 വയസ്സ്, പരമാവധി 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പിന്നെ ഇവിടെ അല്ല പഠിക്കുന്നത്. കുഞ്ഞുങ്ങൾ അത് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായിട്ട് ഹയർ സ്റ്റഡീസിനായിട്ടോ അവർ നമ്മളിൽ നിന്ന് പോകും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് വേണം പിള്ളേരെ വളർത്താൻ എന്ന് പറഞ്ഞില്ലേ, ഒരുമിച്ച് ഉണ്ടാകും. പക്ഷെ മാതാപിതാക്കൾ ഒരുമിച്ചാണെങ്കിലും പിള്ളേര് കൂടെ ഇല്ല. അപ്പൊ ഫലത്തിൽ ഇത് രണ്ടും ഒരുപോലെ തന്നെ റിസൾട്ട് വരും. അതായത് മാതാപിതാക്കള് കൂടെ ഇല്ലാത്തത് കൊണ്ട് പിള്ളേര് കൂടെ ഇല്ലാത്തപ്പോഴും സെപ്പറേറ്റഡ് ആയി പോവാണ്. അപ്പം അതും ഇവരുടെ ക്രീം ഏജ്, അതായത് ടീനേജിൽ വരുന്ന സമയത്താണ് ഇവര് നമ്മളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നത്. അപ്പം അവര് ചെല്ലുന്ന കോളേജും കൂട്ടുകാരും അവിടെയുള്ള സാഹചര്യങ്ങളും അവരെ നന്നായി സ്വാധീനിക്കും. പിന്നെ നമുക്ക് ആകെപ്പാടെ കോണ്ടാക്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോൺ വഴിയുള്ള കോണ്ടാക്റ്റുകൾ, അതും വളരെ ലിമിറ്റഡ് ടൈമാണ്. പിന്നെ അവിടുത്തെ ചർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ജോലി അല്ലെ പഠിത്തം അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ കിട്ടുന്ന കെയർ വേറെ. ഇതെല്ലാം ഇപ്പോഴത്തെ ഈ വളർച്ചയിൽ വലിയൊരു പ്രധാന ഘടകമല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ കെയർഫുൾ ആകേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഈ ഒരു പ്രായം ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു 12 വയസ്സിന് മുൻപ് നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളോടുള്ള ഈ പറയുന്ന വിധത്തിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഉള്ളിൽ ശരിയും തെറ്റുമെന്നുള്ള ഒരു ജ്ഞാനവും അവരുടെ ഉള്ളിൽ ഒരു വിവേകവും ഒരു വിസ്ഡവും ഒക്കെ ഈ ഒരു പ്രായത്തിൻ്റെ അകത്ത് അവരുടെ ഉള്ളിൽ വന്നിരിക്കണം. നമ്മൾ പക്ഷേ പലപ്പോഴും ഇത് തുടങ്ങുന്നത് തന്നെ 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിലാണ്. അപ്പം ഇവർ ഈ ഒരു 16, 17 ശരിക്കും പറഞ്ഞാൽ അങ്ങ് കല്യാണം കഴിക്കുന്നിടം വരെ ഒന്നും നമ്മുടെ കൂടെ നിന്നില്ലേലും ആയി. അറ്റ്ലീസ്റ്റ് ആ ഒരു ഏജ് നമുക്ക് കിട്ടുന്ന സമയം. അപ്പം ഇവരിങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ നേരത്തെ, കുറച്ചുകൂടെ അധികം ഈ കിളി കൂടിനകത്തുനിന്ന് പറന്നു പോകും മുൻപ് എന്ന് പറയുന്നത് പോലെ അതിന് മുൻപ് കിട്ടുന്ന സമയം അത്രയും വിലയേറിയതാണ് എന്ന് മനസ്സിലാക്കി മാക്സിമം കുഞ്ഞുങ്ങളുടെ ലൈഫിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം എപ്പോഴും നമുക്ക് ഈ ടൈം കിട്ടത്തില്ല, അവർ പോകുവാണല്ലോ നമ്മുടെ അടുത്തുനിന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ സെയിം ഒരു എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഏജ് ആയിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലേ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വൃദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും പ്രായമായാലെന്ന് അല്ലേ. പക്ഷെ ആക്ച്വലി അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് വെൻ ഹി ഗ്രോസ് ഹിസ് ബിയർഡ്, അല്ലെങ്കിൽ ഒരു ടീനേജ് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലൻ, ആ ചൈൽഡ് എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ചൈൽഡിനെയാണ് ട്രെയിൻ ചെയ്യേണ്ടുന്നത്. ടീനേജറിനെ ട്രെയിൻ ചെയ്യുന്ന സമയം കഴിഞ്ഞു. അവനപ്പോഴും നമുക്ക് കൊടുക്കാം, നമ്മുടെ അടുത്തുള്ളിടത്തോളം കാലം നമുക്ക് കൊടുക്കാം. പക്ഷേ ചൈൽഡിനെയാണ് ട്രെയിൻ ചെയ്യേണ്ടുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ ടീനേജർ ആകുമ്പം പെട്ടെന്ന് അത് വിട്ടു പോകത്തില്ല അവൻ്റെ അടുത്തുനിന്ന്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സാധനം അവിടെ കിടക്കും, അവനങ്ങനെ പെട്ടെന്നങ്ങ് വീണു പോകത്തില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്. മുമ്പില്ലാത്തതുപോലെ ഈ ട്രെൻഡ് വന്നതുകൊണ്ട് ഇനിയും സമയമുണ്ടല്ലോ, പതുക്കെ അവനെ പഠിപ്പിക്കാം, കല്യാണപ്രായം വരെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയ്ക്കകത്തുനിന്ന് മാറി ഒരു 15-17 വയസ്സ് വരെ നമ്മുടെ കയ്യിലുള്ളൂ. മാക്സിമം ഈ കുഞ്ഞിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്
അവൻ്റെ ലൈഫിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു അർജൻസി നമുക്ക് വന്നാൽ മതി. അപ്പം ഇത് ഒരു പ്രൂവൺ ഒരു വാഗ്ദത്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് സദൃശ്യവാക്യങ്ങളല്ലേ. പക്ഷെ അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, ഒരു ഒബ്സർവേഷൻ പറയുന്നത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാൽ അവൻ വിട്ടുപോകത്തില്ല. ആ കോൺഫിഡൻസ് നമുക്കുണ്ട്. നമ്മൾ ആ ചൈൽഡ് എന്ന് പറയുന്ന പ്രായത്തിൽ ചെയ്യേണ്ടുന്നത് നമ്മൾ ചെയ്താൽ പെട്ടെന്ന് ഈ ജ്ഞാനം അവനെ വിട്ടുപോകത്തില്ല. ഇത് അവൻ്റെ അകത്ത് കിടക്കും. ഇവൻ എവിടെ പോയാലും അതവനെ സൂക്ഷിക്കും. ഇവരെല്ലാവരും യൗവനക്കാരല്ലായിരുന്നു. ദാനിയേൽ, യോസഫ്, ദാവീദ്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസേ ഉള്ളായിരുന്നു ഇച്ചിരി ഏജ് ഉള്ള. ബാക്കിയെല്ലാം ടീനേജ് പ്രായത്തിലുള്ളവരായിരുന്നു യേശുവിൻ്റെ കൂടെ കൂടിയ ശിഷ്യന്മാർ. അപ്പം ഈ ഒരു മെസ്സേജാണ് നമ്മൾ ഈ ആ ബാലൻ എന്നുള്ളത് നമ്മളങ്ങ് മറക്കും. അതിൻ്റെ പ്രായപരിധി ഉണ്ട്, ട്രെയിനിങ് കൊടുക്കാൻ ഒരു ഏജ് ഉണ്ട്, ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അത് മാക്സിമം ഇപ്പം ചുമ്മാ ഇതിലെ ഓടി നടക്കുന്നു. നമുക്കാണെങ്കിൽ 100 പ്രശ്നങ്ങൾ, അത് തീർന്നിട്ട് നമുക്ക് സമയമില്ല. പക്ഷേ ഇത് മുൻകൂട്ടി നമ്മുടെ ഉള്ളിൽ ഈ ഒരു പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്താൽ നമുക്കത് നല്ലതാണ്. അവിടെ പറയുന്നത് വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു എന്നാണ്. ഈ വടി ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ചൂരവടിയും താക്കോൽ എടുക്കുന്നതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ശാസിക്കുന്നതിന്റെ ഒരു വടി ഉപയോഗിക്കുന്നതിന്റെ ഒരു ഈ ശാസന എന്ന് പറയുമ്പോൾ അതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല, പറയാം. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തില് ഈ ശാസന പോലും നമ്മുടെ തലമുറകളോട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് +2 തോറ്റുപോയ ഒരു കുട്ടി, അവന്റെ മാതാപിതാക്കൾ അവനെ ശാസിച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഒറ്റപ്പെടുത്തി നടന്ന ഒരു സംഭവമാണ്. അപ്പം പൊതുവെ തന്നെ ഈ ശാസന എന്ന് പറയുമ്പോൾ അതിനെ ഉള്ള ഡെഫിനേഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഒരു അന്ധകാര ശക്തി ഇതിന്റെ പുറകിൽ വ്യാപാരമുണ്ടോ പാപത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ? അപ്പൊ അതിനെ കുറിച്ചൊരു വിശദീകരണം. അതെ, ഇതിനകത്ത് വടിയും ശാസന, റിപ്രൂഫ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ, പോസിറ്റീവ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഈ ശാസന എന്ന് പറയുമ്പോൾ അതിനെ ഒരു നെഗറ്റീവ്, അതായത് കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്തു അതിനുവേണ്ടി നമ്മൾ അവരെ ശാസിക്കുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് ശാസന മാത്രമല്ല, കാര്യങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ഒത്തിരിയും സമയമെടുത്ത്. അപ്പം അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതം അവർക്കൊരു മാതൃകയായിരിക്കണം. നമ്മൾ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതം, അതായത് അവർ കാണുന്നത് അവരെ ഏറ്റവും അധികം സ്വാധീനിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ ആവർത്തന പുസ്തകത്തിനകത്തൊക്കെ പറയുന്നത് നിങ്ങളുടെ മക്കളെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നിങ്ങൾ അവരെ പോസിറ്റീവ്ലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം റിപ്രൂഫ്, വടിയും ശാസന എന്ന് പറയുമ്പം അവിടെ ആക്ച്വലി ഈ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും വീണ്ടും കാര്യങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, പഠിത്തത്തിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഈ നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷകളൊക്കെ വെച്ചിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിനകത്തൊക്കെ ഒരു സീറ്റ് കിട്ടുക എൻട്രൻസിലൊക്കെ എന്ന് പറയുമ്പം ഭയങ്കര പാടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ സ്ട്രെസ്സിനകത്തൂടൊക്കെ കടന്നു പോകുമ്പോൾ അവരെ വിളിച്ചിരുത്തി അവരെ ഒന്ന് എൻകറേജ് ചെയ്ത്, മക്കളെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അവരെ ഒന്ന് പോസിറ്റീവ്ലി നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം അവരുടെ പഠിത്തത്തെക്കുറിച്ച് അവർക്കൊരു പോസിറ്റീവ് മാർഗനിർദ്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കുക, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കല്ല നിങ്ങൾ ആരാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു സ്നേഹമല്ല നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. നമ്മൾ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയാലും വേണ്ടുകയില്ല, നിങ്ങൾ കോപ്പി അടിക്കരുത്. കർത്താവിന് വേണ്ടി എന്നതുപോലെ ആയിരിക്കണം നമ്മളെല്ലാം ചെയ്യുന്നത്. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റാണ് സ്കൂളുകളിൽ ഇപ്പം. പ്രത്യേകിച്ച് കുറച്ച് നല്ലപോലെ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ
എനിക്കിത്രയും കിട്ടി എന്നുള്ളതല്ല. ഈ എൻട്രൻസിൻ്റെ എല്ലാം ഒരു മെയിൻ ഒരു ഫിലോസഫി അതാണല്ലോ. എനിക്കിത്രയും മാർക്ക് കിട്ടി എന്നുള്ളതല്ല, ഇവരെക്കാൾ കൂടുതൽ കിട്ടിയാലേ എനിക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡ്, ഇന്നയാൾക്ക് എന്നെക്കാട്ടിലും 2 മാർക്ക് കൂടുതൽ കിട്ടി. അപ്പം അവരുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ആത്മഹത്യാ പ്രവണത ഒരു വ്യക്തിയിൽ ഒരിക്കലും വരികയില്ല. അതൊരു സീരീസ് ഓഫ് കാര്യങ്ങളുടെ കൾമിനേഷനാണ്. നിരാശ ഉള്ളിൽ വർദ്ധിച്ച് ഒരു ഡിപ്രഷനായി, ഇത് ആരോടും പങ്കുവെക്കാൻ കഴിയാതെ പൂർണ്ണമായ ഒരാശയക്കുഴപ്പത്തിലും ഹോപ്പ്ലെസ്നെസ്സിലും വന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ് സെറ്റ് അവരെന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കുകയും ആ കൈത്താങ്ങൽ അവർക്ക് കൊടുക്കുകയും അല്ലേ, ഇതൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരുടെ മാർക്കല്ല നിർണയിക്കുന്നത് അല്ലേ, അവരാരാണ്, അവരെന്തുവാണ്, അവരുടെ വെർത്ത് എന്തുവാണ്, വില എന്തുവാണെന്നുള്ളത് ഈ മാർക്കുകളല്ല തീരുമാനിക്കുന്നത്. അപ്പം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിനെയാണ് റിപ്രൂഫ് അല്ലെങ്കിൽ ശാസന എന്നുള്ളത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ മനസ്സിലാക്കാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അഡോളസൻ്റ് ഏജിൽ, ടീനേജിൽ നമ്മൾ ഒത്തിരി കൂടെ സെൻസിറ്റീവായിരിക്കണം കുഞ്ഞുങ്ങളോട്. കാരണം അവരുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ തന്നെ ഒരുപാട് ചേഞ്ച് നടക്കുന്ന ഒരു പ്രായമാണ്. 10 വയസ്സിന് മുകളിലോട്ട്, ഇപ്പം 12 അല്ല 10 വയസ്സിന് മുകളിലോട്ട് അഡോളസൻ്റ് ഏജ് ആയിക്കഴിഞ്ഞു, ടീനേജ് ആയിക്കഴിഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സമയം കൊണ്ട് അവർ നമ്മുടെ കൈ കിട്ടണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരിക്കണം. അവർ നമ്മളെ ബഹുമാനിക്കാനും അനുസരിക്കാനും പഠിക്കണം അല്ലേ. നമ്മൾ അവരെ ഒരു ഏകദേശം ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം 12 വയസ്സിന് മുമ്പ് നടന്നിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ബന്ധത്തിൻ്റെ ഡൈനാമിക്സ് ഇച്ചിരി മാറുക. നമ്മൾ കൂടുതലും അവരുടെ ഒരു ഫ്രണ്ടായിട്ട് അവരുടെ കൂടെ പിന്നെ നമ്മൾ, കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അവരങ്ങോട്ട് ബഹുമാനം ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ്. നമ്മൾ അവരെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പം ആ സമയമാകുമ്പം കുറച്ചുകൂടെ അവരുടെ കൂടെ ഒരു സുഹൃത്തായി ചേർന്ന് നിന്ന് അവരെ മനസ്സിലാക്കി അവർ കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ആയിത്തീരണം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരല്പം മാതാപിതാക്കളുടെ ഭാഗത്തുള്ള പരാജയം, ഈ ഒരു വഴക്ക് പറഞ്ഞു എന്നുള്ളതായിരിക്കും അവർ പുറത്ത് പറയുന്നത്. ക്ലാസ്സിൽ തോറ്റു, ഒരു വഴക്ക് പറഞ്ഞു, അപ്പോഴത്തേക്കിന് അവൻ അങ്ങനെ ചെയ്തു. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കും ഇത്. ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ചെറിയ അംശം മാത്രമായിരിക്കും അത്. പക്ഷേ അതിൻ്റെ പിന്നിൽ എത്രയോ വർഷങ്ങളുടെ ചരിത്രം, ഇവരുടെ ബന്ധം സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒത്തിരിയും കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ 4 വയസ്സായി. അപ്പോൾ ഒരു സഭായോഗത്തിൽ വരുന്നതിലൂടെ ഇവർക്ക് നിങ്ങളോടൊന്നുമായിട്ട് ചർച്ച ചെയ്യുന്ന ഇവർക്ക് സൺഡേ സ്കൂളുണ്ട്, അല്ലാതെ പാസ്റ്റർ പ്രസംഗിക്കുന്നതോ കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കൊന്നും മനസ്സിലാവില്ല. എന്നാലും കിഡ്സ് ചർച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും അതെ, ആക്ച്വലി അതൊത്തിരി നല്ലതാണ്. പക്ഷെ നമുക്കൊക്കെയുള്ള സൗകര്യക്കുറവുകൾ കാരണം കുഞ്ഞുങ്ങൾക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാവത്തില്ലല്ലോ. നമ്മൾ കുഞ്ഞുങ്ങളുടെ ലെവലിൽ കയറി എപ്പോഴും പ്രസംഗിക്കാനും പറ്റത്തില്ല. ഓൾറെഡി വിശ്വാസികൾ തന്നെ പല പക്വത നിലവാരത്തിലുള്ളവരാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി 2-4 വയസ്സുകാർക്ക് മനസ്സിലാവണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അത് ഒത്തിരി അനുഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് സെപ്പറേറ്റ് സ്പേസ് ഇല്ല, അതിനു വേണ്ടി സെപ്പറേറ്റ് ആൾ പോകാനില്ല. അല്ലെങ്കിൽ ചില ചർച്ചുകളിലൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടെ ഇപ്പം അഡൽട്ടിൻ്റെ മീറ്റിംഗ് നടക്കുമ്പം കുഞ്ഞുങ്ങളെല്ലാം കിഡ്സ് ചർച്ച് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ അതിനും ഞാൻ അപ്പോൾ അവരെ അത്രയും നേരം എൻഗേജ് ചെയ്ത് വെക്കുക എന്നൊരു കാര്യമാണ്.
ഇപ്പം ഈ സൺഡേ സ്കൂൾ അല്ലെ കിഡ്സ് ചർച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ബേസിക്കലി മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, നമ്മൾ ഒരാഴ്ചയിൽ എത്ര നേരമായി ഇങ്ങനെ ചർച്ചിൽ വന്നിരിക്കുന്നത്? കൂടിപ്പോയാൽ 4 മണിക്കൂർ അല്ലേ? ബാക്കി ഫുൾ ടൈം നമ്മൾ വീട്ടിലാണ്. അപ്പം ഇവിടെ വരുമ്പം കൂടുതലും പിള്ളേരെ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യാൻ നമുക്ക് വേണേൽ ആ അവസരം ഉപയോഗിക്കാം. ബുദ്ധിമുട്ടാ, എന്നാലും ഓടി നടക്കരുത്. അവർക്കൊത്തിരി ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഒന്നാട്ടങ്ങി ഇരിക്കുക. ഞങ്ങളൊക്കെ അതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും ഈ ഇച്ചിരി എഴുതാൻ ഒക്കെ അറിവായപ്പം മുതൽ അറ്റ്ലീസ്റ്റ് ഈ പ്രസംഗിക്കുമ്പോൾ ഈ വചനം പറയുമല്ലോ, അല്ലെ പ്രൊജക്റ്റ് ചെയ്യുമ്പം അതെടുത്ത് എഴുതുക, അവരെ ഒന്ന് ഹുക്ക് ചെയ്യാൻ. പിന്നെ എൻ്റെ മോനായിരുന്നു ഇച്ചിരി പ്രശ്നമായിരുന്നു അവനിങ്ങനെ. അപ്പോൾ അവന് വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. ഞങ്ങൾ പിന്നെ അവനെ ഞാൻ എൻകറേജ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം കേട്ടിട്ട് അതിങ്ങനെ അതിൻ്റെ ആശയം വരയ്ക്കാൻ പറയും. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് പിള്ളേർക്ക്. അപ്പോൾ അവന് ഞങ്ങൾ അതിശയിച്ചിട്ടുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അവർ വളരെ ക്രിയേറ്റീവായിട്ട് അതിൻ്റെ ആശയം അവൻ വരയ്ക്കാൻ തുടങ്ങി. ഒരു സമയത്ത് ഞങ്ങൾ അവനെ അങ്ങനെ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. യേശു കർത്താവ് 12 വയസ്സായപ്പോഴത്തേക്കിനും തിരുവെഴുത്തുകളെല്ലാം ശാസ്ത്രിമാരുടെ കൂടെ പോയി അവിടെ ഇരുന്ന് വചനത്തെക്കുറിച്ച് പരസ്പരം ഡിസ്കസ് ചെയ്തു, ചോദ്യങ്ങൾ ചോദിച്ചു എന്നാ പറയുന്നത്. അപ്പം പിള്ളേർ ചെറുതാന്ന് നമ്മൾ പറയുമ്പോഴും അവർക്ക് നല്ല ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ആരാധനയുടെ സമയത്ത് അവിടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തെ അവർ റിസീവ് ചെയ്യാൻ നമ്മൾ 2-3 പേര്, അവിടുത്തെ പഠിപ്പീരും പ്രസംഗം മാത്രമല്ലല്ലോ, 2-3 പേര് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ ഒരു ദൈവസാന്നിധ്യം വ്യാപരിക്കുമല്ലേ. അപ്പോൾ അവിടെ ഒരു റെവറൻസോടെ എങ്ങനെ നിൽക്കണം, ആരാധനയിൽ എങ്ങനെ പങ്കാളികളാകണം, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതൊക്കെ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ആയിക്കോളും. പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനും. അപ്പോൾ ഈ പറയുന്ന പോലെ കിഡ്സ് ചർച്ച്, പക്ഷേ അതിനു വേണ്ടി ഒത്തിരി സൗകര്യങ്ങൾ വേണമല്ലോ. സൗകര്യങ്ങൾ ഉള്ളിടത്ത് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അതിന് സെപ്പറേറ്റ് ഹോള് വേണം, സിസ്റ്റം വേണം, ആൾക്കാർ വേണം, പിള്ളേരെ എൻ്റർടൈൻ ചെയ്യണ്ടേ ഇത്രയും പേരെ. ആ സമയത്ത് അത്രയും ആൾക്കാർക്ക് അന്നത്തെ ശുശ്രൂഷ കൂടാൻ പറ്റുകയില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രായോഗിക വിഷയങ്ങളുണ്ട്. പക്ഷെ അത് നടത്തുന്ന ചർച്ചസ് ഉണ്ട്, അത് നല്ലതാണ്. ഇല്ലെങ്കിൽ പോലും നമുക്കതിനെ കുഞ്ഞുങ്ങൾക്കൊരു ചർച്ച് ഡിസിപ്ലിനിൽ അവരെ വളർത്താൻ ഒത്തിരി, അത്രയും നേരം ചിലപ്പം പിള്ളേർക്ക് അന്നേരം അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പുറത്തിറങ്ങിപ്പോയി കഴിച്ചിട്ട് അവിടെ വന്നിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ അത് വളർന്നു വരുമ്പോൾ അവരെ അത് സഹായിക്കും. കാരണം ഇച്ചിരി അങ്ങോട്ട് പ്രായമായി കഴിയുമ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ വയ്യ, ഈ പ്രസംഗമൊന്നും കേട്ട് എനിക്കിവിടെ ഇരിക്കാൻ വയ്യ എന്നുള്ള പിള്ളേരിപ്പം അങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അപ്പം ഒരു ട്രെയിനിങ് അവരുടെ ജീവിതത്തിൽ അത് നല്ലതാണ്. എന്നെ സംബന്ധിച്ചോളം ഈ മെസ്സേജ് ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു മെസ്സേജും ഇങ്ങനൊരു അറിവും കിട്ടുകയാണ്. പക്ഷേ എന്നെ വ്യക്തിപരമായി സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ 13 വയസ്സ് തൊട്ട് പല ഓഫ്നൈറ്റുകൾ, പല മുസ്ലിം വിഭാഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞൊരു കുട്ടിയാണ്. അന്നേരം ഇപ്പം എനിക്ക് 10 വയസ്സ് കഴിയാറായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ തനിച്ച് താമസിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പാടുപെടുന്ന ഒരു വിഷയമാണ്. ഈ കുട്ടിയെ എങ്ങനെയാണ് ആത്മീയമായി വളർത്തുന്നത്? കാരണം എനിക്കതൊന്നും ഇന്ന് ഈ കേൾക്കപ്പെട്ട ഇതൊന്നും എൻ്റെ അടിസ്ഥാനത്തിലില്ല. എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ഒരു ഫാമിലി ഇല്ല, കൂടെ പറപ്പില്ല. നമ്മൾ ഈ ഇങ്ങനെ കേൾക്കുന്ന ഒരു മെസ്സേജാണ്. പക്ഷെ അതായത് ഈ കുട്ടി എന്ന് പറയുമ്പോൾ 3 വർഷം ആവുന്നതേ ഉള്ളൂ എൻ്റെ കൈ കിട്ടിയിട്ട്. ഇപ്പം മുലകുടി കുടിക്കുന്ന പ്രായം തൊട്ട് ഓഫ്നൈറ്റിൽ വളർന്ന മറ്റൊരു പല സാഹചര്യങ്ങളുണ്ട്. നമുക്ക് പലതും ഓപ്പണായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഈ മെസ്സേജ് വരികയും ആ കുഞ്ഞിനൊരു കെയറും ഇപ്പോഴത്തെ പല സാഹചര്യങ്ങളുണ്ട്, അത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തില്ല. ആ കുഞ്ഞിനെ ഇപ്പം
എനിക്ക് എങ്ങനെ ആ കുഞ്ഞിനെ ഭാവി ഒന്ന് കെയർ ചെയ്ത് നാളത്തേക്ക് ഒരു കുടുംബത്തിലേക്ക് നല്ലൊരു മകളായി ക്രിസ്ത്യ ജീവിതത്തിൽ നയിക്കുവാൻ. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്ത കാരണം അത് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇന്ന് ഈ ഒരു അവസരം കർത്താവിനെ എവിടെയോ കിടന്ന് എന്നെ വിളിച്ചുകൊണ്ട് തന്നാണ്. കാരണം ഈ നാടുകളിൽ യാത്രയാമങ്ങളിൽ പ്രാർത്ഥിച്ച് എങ്ങനെ എൻ്റെ കുഞ്ഞിനെ വളർത്തും എനിക്കറിയില്ലല്ലോ, കാരണം മലയാളം അറിയില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്കറിയാം, നമ്മളെല്ലാം പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് അല്ലേ. അപ്പോൾ സിസ്റ്ററിൻ്റെ ലൈഫിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ടെങ്കിലും കൃപയാൽ കർത്താവിനെ അറിയാൻ ഇത്രത്തോളം എത്താൻ കർത്താവ് സഹായിച്ചു. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിതാവാം ദൈവം നമ്മളെ ദത്തെടുത്തതാണ്. അപ്പോൾ ഈ ദത്തെടുക്കുന്നത് അല്ലേ, ആത്മീയ മക്കൾ എന്ന് പറയുന്നത് ഭൗതിക മക്കളെ പോലെ തന്നെ നമുക്ക് ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു വിഷയമാണ്. നമുക്കധികം പഠിത്തമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല. ജീവിത സാഹചര്യങ്ങൾ നിമിത്തം നമുക്ക് വന്നിരിക്കുന്ന കുറവുകളെ ദൈവം നികത്തും. സമയമൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം, നമ്മുടെ പ്രാർത്ഥന അല്ലേ, അതനുസരിച്ച് ദൈവം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഞാൻ പെട്ടെന്ന് എസ്തറിൻ്റെ കാര്യം ഓർക്കുമായിരുന്നു. അവൾ അനാഥയായ ഒരു പെൺകുട്ടിയായിരുന്നു അല്ലേ. പക്ഷെ അവിടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര നല്ല മാതാപിതാക്കളുടെ ഭവനത്തിൽ പോലും വളർന്ന് കിട്ടാത്ത സൗകര്യങ്ങളും ഭാഗ്യവുമാണ് ആ കുഞ്ഞിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി എത്ര വലുതായിരുന്നു. അപ്പം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കാരണം നമുക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ ദൈവത്തിന് എപ്പോഴും ഒരു പദ്ധതിയുണ്ട്. നമ്മളതിനു വേണ്ടി ഒന്ന് മനസ്സ് വെച്ചാൽ മതി, നമ്മളൊന്ന് തുറന്നാൽ മതി. ദൈവമേ നിൻ്റെ വഴികളെ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഒരു റൂത്തിനൊരു നവോമി ഉണ്ടായിരുന്നത് പോലെ, അത് അമ്മയും മകളും അല്ല അല്ലേ, പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ഒരു ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ പദ്ധതികളിലേക്കും റൂത്തിനെ നയിക്കാൻ ദൈവം ഉപയോഗിച്ചത് നവോമിയെയാണ് അല്ലേ. അപ്പം തുടർന്ന് പ്രാർത്ഥിച്ചാട്ട്, തുടർന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, അതിനു വേണ്ടി ആഗ്രഹിച്ചാട്ട്. മറ്റു ചിലർ 20 വർഷം കൊണ്ട് ചെയ്തെടുക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ 1-2 വർഷം കൊണ്ട് ചെയ്തെടുക്കാൻ ദൈവം വിശ്വസ്തനാണ് അല്ലേ. അതൊന്നും ദൈവത്തിനൊരിക്കലും ഒരു ലിമിറ്റേഷനായിട്ട് വരുന്ന കാര്യങ്ങളല്ല. താങ്ക് യു സോ മച്ച്.